നോക്കൂ മാഡം, ഇത് 2005 കഴിഞ്ഞിട്ട് 2009 അടുപ്പിച്ച് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹം പറഞ്ഞത് ഈ ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം LW എന്ന് പറയുന്നത് ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതത്തിന്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ത്രെറ്റ് ആയിട്ടാണ് അദ്ദേഹം കാണുന്നത്. അതായത് ചൈനയല്ല, പാകിസ്ഥാനല്ല, ജമ്മു കശ്മീർ അല്ല, നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളല്ല, ഈ നക്സലിസം ആണ് ഭാരതത്തിന്റെ ഏറ്റവും വലിയ സെക്യൂരിറ്റി കൺസേൺ എന്ന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു വിഷയമാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു പീരീഡിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധാരാളം ഇതിനെക്കുറിച്ചൊരു കൺട്രോൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ 2016 തന്നെ ഏകദേശം 126 ഡിസ്ട്രിക്ട്സ്, ഇന്ത്യയിലെ 126 ഡിസ്ട്രിക്ട്സ് ഇത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2024 വരുമ്പം അത് 38 ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങുന്നു. അപ്പം പറഞ്ഞു വന്നത്, ഈ ഏതെങ്കിലും ഒരു ഇൻസർജൻസി അല്ലെങ്കിൽ ടെററിസ്റ്റ് ഓപ്പറേഷൻ അതിനൊരു ത്രെഷോൾഡ് ലെവലുണ്ട്. ആ ലെവലിന്റെ മേളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എഫക്റ്റീവായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് താഴെ വന്നു കഴിഞ്ഞാൽ, അതായത് അവർക്ക് വേണ്ടത്ര ആളുകളില്ല, അല്ലെങ്കിൽ ആയുധമില്ല, അല്ലെങ്കിൽ അതിനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ മറ്റുള്ള സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ അവർ തകരും. അത് തന്നെയാണ് നമ്മൾ LTTE കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ പഞ്ചാബിന്റെ അവിടെ ഇത് കണ്ടിട്ടുള്ളത്. അത് തന്നെ നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റ്സിലും നമ്മളിപ്പോൾ കാണുന്നത്. അത് തന്നെ ഏകദേശം ഒരു കശ്മീരിലേക്കും ആ ഒരു രീതിയിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ നക്സലിസം ഇന്ന് ഏകദേശം തീരാറായി എന്ന് തന്നെ നമുക്ക് പറയാം. അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അതിനെ വെറും ഒരു സെക്യൂരിറ്റി ആംഗിളിന്റെ മാത്രമല്ല ആ ഇഷ്യൂ, അതിനെ പല ഡയമെൻഷനിലാണ് സെൻട്രൽ ഗവൺമെന്റ് കാണുന്നതും മുമ്പ് കണ്ടതും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 3 ഡയമെൻഷൻ ഇതൊക്കെയാണ്. ഒന്ന്, തീർച്ചയായിട്ടും ഈ ഏരിയയിൽ ഒരിക്കലും ഒരു ഡെവലപ്മെന്റ് നടക്കാത്ത ഏരിയകളായിരുന്നു പണ്ട്. അതായത് ഈ ഛത്തീസ്ഗഡിലേക്ക് നമുക്കറിയാം, ദണ്ഡകാരണ്യ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ അബുജമാദ് എന്ന് പറയുന്ന സ്ഥലങ്ങളൊന്നും ഒരിക്കൽ പോലും അവിടെ ഒരു വികസനം, ഒരു റോഡ് പോലും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ ഇന്ന് അത് മാറി അവിടെ റോഡുകൾ വരുന്നുണ്ട്. അവിടെ ധാരാളം രീതിയിലുള്ള ഈ ഭാരതത്തിൽ മറ്റു സ്ഥലത്ത് നടക്കുന്ന ഡെവലപ്മെന്റ് അങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ളത് ഒന്ന്. രണ്ടാമതായിട്ട്, ഓപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് പണ്ട് അവിടുത്തെ സ്റ്റേറ്റ് പോലീസും അത്ര ട്രെയിൻഡ് അല്ലായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്റ്റേറ്റ് പോലീസിനെ വളരെ എഫക്റ്റീവായിട്ട് ട്രെയിനിങ് ചെയ്ത് അവരെ തന്നെ സ്പെഷ്യൽ ഫോഴ്സസ് ഒക്കെ ഉണ്ടാക്കി. അതുപോലെ തന്നെ CAPF, അതായത് BSF, ITBP, SSB, അങ്ങനെ പല CAPF-നും അവിടെ വന്ന് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ആർമിയുടെ തന്നെ ഈ പോലീസിന് വേണ്ടി ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ആർമിക്കാർ അവിടെ ചെന്ന് അവർക്ക് വേണ്ടി ട്രെയിനിങ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ പിന്നെ ഇവരുടെ ഓപ്പറേഷനിൽ വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവർ ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോകും, അവിടെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. അവരുടെ ബേസ് 50 കിലോമീറ്റർ 40 കിലോമീറ്റർ ദൂരമായിരിക്കും. അപ്പോഴത്തേക്ക് വീണ്ടും ഇവർ പോകുമ്പോഴത്തേക്ക് വീണ്ടും നക്സലൈറ്റ്സ് അവിടെ വന്നിട്ട് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യും. ഇപ്പൊ അവരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് ആൻഡ് സ്റ്റേ ദെയർ. അതായത് ഇവർ ഓപ്പറേഷൻ ചെയ്തു, ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ബേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു ബേസ് ഉണ്ടാക്കുകയാണ്. അപ്പൊ അവിടുന്ന് ആ ഫോഴ്സ് പോകുന്നില്ല, പോലീസ് ആയാലും ശരി, CAPF ആയാലും ശരി, അവിടുന്ന് പോകുന്നില്ല. അവർ പതുക്കെ ഇത് കണ്ട് എന്ത് പറ്റുന്ന ഈ അവർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഏരിയ കുറഞ്ഞു വരെയാണ്. അതുകൊണ്ട് ഈ പ്രസൻസ് അവരുടെ അവിടെ നിൽക്കുന്നു, ഡെവലപ്മെന്റ് നടക്കുന്നു, ഇവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ കുറഞ്ഞു വരുന്നു. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പിനെ ഓൾമോസ്റ്റ് ന്യൂട്രലൈസ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ്, അതായത് വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ, പേരെടുത്ത് ഇപ്പോഴും പിടികിട്ടാൻ പറ്റാത്ത രീതിയിലുള്ളവർ അവളെല്ലാവരും ഓൾമോസ്റ്റ് ന്യൂട്രലൈസ് ചെയ്തു. മൂന്നാമതായിട്ടുള്ളത് ഇവർക്ക് പണിഷ്മെന്റ് ആണ്. അതായത് നേരത്തെ ശ്രീ അമിത്ഷാ പറഞ്ഞതുപോലെ കോമ്പൻസേഷൻ പ്ലസ് പണിഷ്മെന്റ്. അതായത് കോമ്പൻസേഷൻ ഇവർക്ക് 5 ലക്ഷം രൂപ വരെ ഇപ്പൊ സറണ്ടർ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്നുണ്ട്. 10,000 രൂപ പെർ മന്ത്, ഓൾമോസ്റ്റ് 3 ഇയേഴ്സ് അവർക്ക് കൊടുക്കാന്നുള്ള ഒരു വാഗ്ദാനമുണ്ട്. അവർക്ക് ജോലി, മറ്റ് സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ അവർക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ഇത് ചെയ്യാത്ത ആളുകൾക്ക് അവർ കണ്ടുപിടിച്ച് ഇപ്പം അറസ്റ്റ് ചെയ്താൽ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ശിക്ഷയും, അറസ്റ്റ് ചെയ്യാത്തവർക്കാണെങ്കിൽ ഓപ്പറേഷനിലൂടെ അവരെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ, അവിടുത്തെ ലോക്കൽസിന് ഇപ്പം സിസ്റ്റത്തിനെ ഒരു ഫെയ്ത്ത് വരുന്നു. അതായത് ഭരണകൂടമുണ്ട് എന്നുള്ളൊരു തോന്നൽ അവിടുത്തെ ആളുകൾക്ക് വന്നു തുടങ്ങി. ആ ആളുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷനും ഇന്റലിജൻസും ഒക്കെ തരുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് അവിടെ നിലനിൽപ്പ് വരാൻ പറ്റുന്നത്. അതായത് ഈ ഏരിയയിലൊന്നും അവർ ലിബറേറ്റഡ് സോൺ എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. അതായത് അവരുടെ സ്വന്തമായിട്ടുള്ള ടാക്സ് സിസ്റ്റവും സ്വന്തമായിട്ടുള്ള ഭരണവും ആർക്കും അകത്തോട്ട് കയറാൻ പറ്റാത്ത ഒരു ഏരിയയിൽ നിന്നും ഇന്ന് അവിടെ നിന്ന് തന്നെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ലോക്കൽ സപ്പോർട്ടും മാറുന്ന ഒരു രീതിയിൽ. അതുകൊണ്ട് മാർച്ച് 2026 ആകുമ്പോഴത്തേക്ക് ഒരു മാറ്റം, അതായത് ഇവർ എഫക്റ്റീവ് അല്ലാത്ത രീതിയിലേക്ക് മാറുമെന്നാണ് എന്റെ വിശ്വാസം. നേരത്തെ സജീവൻ പറഞ്ഞ പോലെ ഒരു ആശയത്തിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ ധാരാളം കാണും, അത് പണ്ടും കാണും എന്നും കാണും. പക്ഷെ അവർ തോക്കെടുത്തിട്ട് അതിനെ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്ക് നമുക്കത് ചിന്തിക്കാം. അപ്പോൾ അവർക്കത് അവരെ നോൺ എഫക്റ്റീവ് ആയിട്ട് രീതിയിലേക്ക് മാറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മാറ്റത്തിലൂടെ.